ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചക്ക അരിയാതെ നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്ക തയ്യാറാക്കാം. അതിനായിട്ട് ചക്കച്ചോള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവും കൂടെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കച്ചോള ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവാനായിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 വിസിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇവിടെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചക്കയിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഇനി തുടുപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചക്കയിൽ അരപ്പും ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തീ കത്തിച്ചിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ചക്ക ഒന്ന് ഇളക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്ക അരിയാതെ തന്നെ നമുക്ക് ചക്കക്കൂട്ടാൻ തയ്യാറാക്കാം. അപ്പോൾ ഈ ചക്കക്കൂട്ടാൻ തയ്യാറാക്കുമ്പോൾ ചക്കക്കുരും കൂടെ തോനെ ഇട്ട് കൊടുത്താൽ നമ്മളെ ചക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല ഹെൽത്തി വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വായോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്